ഓം സ്വാമിയേ ശരണയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണത്തിലെ തത്വവിചാരത്തിലെ ഈ സീത ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ കാട്ടിലും ദുഃഖമില്ല എന്ന് ശ്രീരാമൻ പറഞ്ഞു നിർത്തിയെടുത്താണ് എന്നാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോണത്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകി ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. അപ്പോൾ ശൃംഗിവേരപുരം എന്നുള്ള ഗ്രാമത്തിൽ മുക്കുവന്മാരുടെ അധിപതിയായിട്ട് ഗുഹൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമനാഥൻ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഗംഗാതീരത്താണ് ആ ഗ്രാമം സ്ഥിതി ചെയ്യണത്. അപ്പോൾ കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട പിറ്റേ ദിവസം വൈകുന്നേരം അവിടെയാണ് ശ്രീരാമനും സംഘവും എത്തിച്ചേർന്നത് എന്ന് പറയണു. അപ്പോൾ പുറപ്പെട്ട ദിവസം വൈകുന്നേരം ഒരു നദിക്കരയിൽ വിശ്രമിച്ച് പ്രഭാതത്തിന് മുമ്പ് തന്നെ അനുയാത്ര ചെയ്തവരെ വിട്ട് ശ്രീരാമൻ സുമന്ത്രനെയും മടക്കി അയച്ചു എന്നാണ്. അപ്പോൾ സീതാ ലക്ഷ്മണന്മാരെ മാത്രം ഒരുമിച്ച് കൂട്ടി പുഴ കടന്ന് അന്ന് വൈകുന്നേരം ശൃംഗവേരപുരത്താണ് എത്തി താമസിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ വർത്തമാനമൊക്കെ അറിഞ്ഞ ഗുഹൻ പല സൽക്കാരങ്ങളും ചെയ്യാനായിട്ടൊക്കെ ഒരുങ്ങിയെങ്കിലും ഭഗവാൻ ഒന്നും സ്വീകരിച്ചില്ല എന്നാണ് പറയണത്. കാരണം എല്ലാം നിരസിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്ഞാനഗംഗയുടെ അപ്പുറത്താണ് ഈ സംസാരവനം ഇല്ലേ. അപ്പോൾ ജ്ഞാനപദവിയിൽ നിന്ന് സംസാരക്കാട്ടിലേക്ക് കടത്തിവിടുന്ന ആളാണ് ഗുഹൻ. അപ്പോൾ വാസന കൊണ്ടാണ് ജീവൻ സംസാരത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനാൽ വാസന തന്നെയാണ് ഗുഹൻ എന്നാണ്. അപ്പോൾ ജ്ഞാനമുണ്ടായാൽ കർമ്മവാസനകളും സംസാര വ്യാപാരം ഉണ്ടായാൽ കൂടി അവയിൽ രമിക്കില്ല എന്ന് പറയണു. അതേപോലെ ആരോടും ബന്ധപ്പെടുകയില്ല. അതാണ് കൂട്ടുകാരെ ഒക്കെ വിട്ട് ഒറ്റയ്ക്ക് പോയത് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതുപോലെ തന്നെ ജ്ഞാനഭൂതിയിലുള്ള അല്ലെങ്കിൽ ജ്ഞാനാനുഭൂതിയിലുള്ള എല്ലാ സിദ്ധികളും സംസാരത്തിൻ്റെ അതിർത്തിയിൽ വച്ച് പിരിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ജ്ഞാനമല്ലെങ്കിൽ നിർഗുണബ്രഹ്മം സംസാരമായി മാറുന്നിടത്ത് വച്ച് എല്ലാ സിദ്ധികളും അടങ്ങുന്നു എന്നാണ് പറയണേ. അപ്പോൾ സംസാരത്തിൽ നിന്ന് മടങ്ങി വീണ്ടും അവിടെ എത്തുമ്പോഴാണ് അവ വീണ്ടും വികസിക്കുന്നത് എന്നാണ്. അപ്പോൾ സുമന്ത്രനും തേരുമൊക്കെ മടങ്ങിപ്പോയത് ഇതിൻ്റെ സൂചനയായിട്ട് നമ്മൾ കരുതണം എന്നാണ്. അപ്പോൾ ഗംഗ കടന്ന ദിവസം ഭരദ്വാജാശ്രമത്തിലാണ് ഭഗവാനും സീതാലക്ഷ്മണന്മാരും താമസിക്കണത്. അപ്പോൾ ഭരദ്വാജ മഹർഷി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിച്ചു എന്നാണ്. അപ്പോൾ മുനിവൃത്തിക്ക് ഉചിതമായിട്ടുള്ള ഫലമൂലങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് മഹർഷിയുമായിട്ട് പല നല്ല കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ അവർ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ദശരഥൻ്റെ അരുത് എന്നുള്ള നിഷേധവാക്യങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ സുമന്ത്രൻ അതിവേഗം തേരോടിച്ചു കൊണ്ട് പോയപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് മോഹാത്സ്യപ്പെട്ട് വീണു കഴിഞ്ഞു. വളരെ ഒക്കെ ശുശ്രൂഷിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ബോധമുണ്ടായത് തന്നെ. അത് മൂർച്ഛയേക്കാൾ ആപൽക്കരമായാണ് തോന്നിയതും. അദ്ദേഹം ഉറക്കെ നിലവിളിച്ചും നിലത്ത് കിടന്നുരുണ്ടും പല പ്രാകൃതങ്ങളും കാണിക്കാൻ തുടങ്ങിയെന്നാണ്. അനന്തരം മഹാരാജാവിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാരെ അദ്ദേഹത്തെ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ചുവല്ലോ എന്ന കൗസല്യയുടെ മുള്ളുവാക്കുകൾ അദ്ദേഹത്തിൻ്റെ അസ്വാസ്ഥ്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സമാധാനത്തിന് വേണ്ടുന്ന പല ചര്യകളും പലരും ചെയ്തു നോക്കി, പക്ഷെ അതൊന്നും വേണ്ടത്ര ഫലപ്രദമായില്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യസനഭാരം താങ്ങാൻ കഴിയാതെയായി. വാർദ്ധക്യദശയിൽ താങ്ങാൻ കഴിയാത്ത ഈ വ്യസനഭാരം കൊണ്ട് മഹാരാജാവിൻ്റെ ജീവിതം അവസാനിച്ചേക്കുമോ എന്ന് പോലും സംശയമായി എന്ന് പറയണു. അത്രമാത്രം മഹാരാജാവിൻ്റെ അസ്വസ്ഥത നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപാഹാരനിദ്രകളും മറ്റു ശരീരധർമ്മങ്ങളും എല്ലാം കേവലം വിസ്മൃതങ്ങളായെന്ന് വേണമെങ്കിൽ പറയാം.
ഹാ രാമ, ഹാ ലക്ഷ്മണ, ഹാ സീത എന്നിങ്ങനെയുള്ള എപ്പോഴും വിളിച്ചും നിലവിളിച്ചും നിലത്ത് കിടന്ന് ഉരുണ്ടും പലതും പറഞ്ഞും പുലമ്പിയും ഒക്കെ ഏതാണ്ടൊരു ഭ്രാന്ത നില കൈവന്നു മഹാരാജാവിന് എന്നാണ്. അങ്ങനെ ഓരോ നിമിഷവും മരണത്തിൻ്റെ അടുക്കലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ ദശരഥ രാജാവിനൊരു തപസ്സിയുടെ ശാപമുണ്ടായിരുന്നു എന്ന് ഉള്ള കഥയൊക്കെ പറയുന്നുണ്ട്. അതാണ് അദ്ദേഹം മരണസമയത്ത് അനുസ്മരിച്ചതും. യൗവനകാലത്ത് ഒരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയതായിരുന്നു കാട്ടിലേക്ക്. അപ്പോൾ രാത്രിയിൽ ഒരു ജലാശയത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ശബ്ദവേദി എന്ന അസ്ത്രത്തെ അയച്ചു എന്നാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അതൊരു ഋഷിബാലൻ്റെ ദേഹത്തിലാണ് ചെന്ന് തറച്ചത്. അപ്പോൾ രാജാവ് ശരമേറ്റ ലക്ഷ്യത്തെ നോക്കാൻ ചെന്നപ്പോഴാണ് അത് കാണുന്നത്. രക്തത്തിൽ മുഴുകി മരണത്തോടടുത്ത് കിടന്ന് പിടയ്ക്കുന്ന താപസകുമാരനെയാണ് രാജാവ് കണ്ടത്. അപ്പോൾ തപസ്സികളും വൃദ്ധന്മാരുമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്നതായിരുന്നു താപസപാലൻ. രാജാവ് വല്ലാതെ വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും ഒക്കെ ചെയ്തു. വൈശ്യനാണെന്നറിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യയില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും താപസിയാകയാൽ വളരെയധികം വ്യസനിച്ചു മഹാരാജാവ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പ്രകാരം പാത്രത്തിലെ വെള്ളവും കൊണ്ട് ആശ്രമത്തിൽ പോയി ഋഷിബാലൻ്റെ അച്ഛനമ്മമാരോട് വിവരം പറഞ്ഞു എന്നാണ്. അപ്പോൾ വൃദ്ധന്മാരും അന്ധന്മാരുമായിട്ടുള്ള താപസ ദമ്പതികൾ വളരെയധികം വ്യസനിക്കുകയും രാജാവിനെ കഠിനമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ്. അനന്തരം ആ വൃദ്ധ ദമ്പതികൾ രാജാവും പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചുകൊണ്ട് പുത്രൻ്റെ ചിതയിൽ ചാടി ശരീരത്യാഗം ചെയ്യുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയണത്. അപ്പോൾ ഈ സംഗതി ദശരഥ മഹാരാജാവ് ഓർമ്മിച്ചു എന്നാണ് ഈ അന്ത്യകാലത്ത്. അപ്പോൾ അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു. അങ്ങനെ പലതും പറഞ്ഞും നിലവിളിച്ചും മാറത്തടിച്ചും നിലത്ത് കിടന്ന് ഉരുണ്ടും അസഹ്യമായിട്ടുള്ള വ്യസനഭാരം താങ്ങാനാവാതെ ഒരു ദിവസം അദ്ദേഹവും ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അന്തഃപുരത്തിൽ നിന്നും രാജ്ഞിമാരുടെ നിലവിളികൾ കേട്ട് സുമന്ത്രരും വസിഷ്ഠ മഹർഷിയൊക്കെ ഓടിയെത്തിയപ്പോഴേക്കും രാജാവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം വ്യസനിച്ചു. പട്ടണം മുഴുവൻ ദുഃഖഭാരത്തിലാണ്ടു. ശ്രീരാമചന്ദ്രൻ്റെയും മറ്റും വിരഹം തന്നെ ജനങ്ങളെ ശോകമൂകരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദശരഥൻ്റെ മരണം കൂടി കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ വ്യസനം ശതഗുണീഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓജസ്സും പൗരുഷവും നിറഞ്ഞ 4 പുത്രന്മാരുണ്ട് രാജാവിന് അല്ലേ. എങ്കിലും മരണസമയത്ത് ഒരാളെ പോലും കാണാനായിട്ട് യോഗം ഉണ്ടായില്ല എന്ന് പറയണു. അത് മാത്രമല്ല, രാജ്യഭാരം ഒരാളെ ഏൽപ്പിക്കാനും പറ്റിയിട്ടില്ല. ശ്രീരാമനെ ഏൽപ്പിക്കാനാണ് രാജാവ് ഒരുങ്ങിയത്, പക്ഷെ അത് സാധിച്ചുമില്ല. പിന്നെ അവകാശപ്പെടുത്തിയത് ഭരതനെയാണ്. ഭരതനാണെങ്കിൽ അവിടെയൊട്ട് ഇല്ലാതാനും. അപ്പം കേകയ രാജ്യത്താണ് ഇല്ലേ, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആകപ്പാടെ രാജാവിൻ്റെ മരണം രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല നാട്ടിനൊന്നാകെ ആപത്തായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം രാജ്യം അരാജകമാണെന്ന് പറയണം വേണമെങ്കിൽ. അപ്പോൾ കൈകേയി ഭരതനെ അഭിഷേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭരതനത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള കാര്യം അറിവായിട്ടില്ല. ഭരതൻ തനിക്ക് രാജ്യാവകാശം ആവശ്യമില്ല എന്ന് പറയുന്ന പക്ഷം ശ്രീരാമൻ മടങ്ങി വന്ന് രാജ്യഭരണം ഏറ്റെടുക്കുമോ എന്നും അറിഞ്ഞുകൂടാ. അപ്പം രണ്ടിലൊന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ അരാജകത്വമാണ് ഫലം എന്നുള്ളതാണ്. അപ്പോൾ ആകപ്പാടെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഉത്കണ്ഠയും മൂകതയൊക്കെ പരന്നു എന്നാണ്. അതിനിടയിൽ വസിഷ്ഠ മഹർഷി നിസ്സങ്കോചനായിട്ട് രാജ്ഞിമാരെയും പരിജനങ്ങളെയും സമാധാനിപ്പിച്ച് രാജാവിൻ്റെ മൃതശരീരത്തെ കേടുപറ്റാത്ത നിലയിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് വളരെ വേഗത്തിൽ ഭരതന് ഒരെഴുത്തും കൊടുത്ത് കേകയ രാജ്യത്തേക്ക് ആളയച്ചു എന്നാണ്. വായുവേഗത്തിലുള്ള കുതിരപ്പുറത്ത് കയറി രാജഭടന്മാർ വളരെ വേഗത്തിൽ കേകയ രാജ്യത്ത് ചെന്ന് ഭരതനെ വിവരം ധരിപ്പിച്ചു. കഴിയുന്ന എത്ര വേഗത്തിൽ അയോധ്യയിൽ എത്തണമെന്ന വസിഷ്ഠ മഹർഷിയുടെ സന്ദേശം മാത്രമാണ് ഭരതന് ഭടന്മാരിൽ നിന്നും കിട്ടിയതെന്ന കാരണത്താൽ കാര്യം എന്താണെന്നറിയാത്തത് കൊണ്ട് ഭരതനുമാകെ പരിഭ്രമിച്ചു എന്നാണ്. എങ്കിലും തക്ക കാരണമില്ലാതെ വസിഷ്ഠ മഹർഷി ഇങ്ങനെയൊരു സന്ദേശം അയക്കില്ലല്ലോ. എന്നാൽ അതെന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ തന്നെ വിഷമമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം മഹാരാജാവ് അല്ലാതെ ആചാര്യൻ സന്ദേശം അയച്ചതിൻ്റെ കാരണം തന്നെ ഇവിടെ ദുരൂഹമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ
അസ്വസ്ഥനായിക്കൊണ്ടാണ് ഭരതൻ ശത്രുഘ്നെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ വഴിക്ക് പല ദുശകനങ്ങളും കണ്ടു എന്ന് പറയുന്നു. അപ്പോഴൊക്കെ രാജകുമാരന്മാരുടെ അസ്വാസ്ഥ്യം വർദ്ധിച്ചും കൊണ്ടുവരുന്നു. അയോധ്യ പട്ടണത്തിൽ എത്തിയപ്പോഴേക്കും ഉത്കണ്ഠ വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം പട്ടണത്തിൽ എങ്ങും ഒരു ഉണർവും ചൊടിയും കണ്ടില്ല എന്നാണ് പറയണേ. അപ്പം എല്ലായിടത്തും ഇരുളടഞ്ഞ മാതിരിയുള്ള ഒരു മൂകതയാണ്. അപ്പം കാണുന്നവരൊക്കെ തങ്ങളെ അനുകമ്പയോടും ഈർഷ്യയോടും കൂടി നോക്കുന്നതായിട്ട് രാജകുമാരന്മാർക്ക് തോന്നി എന്ന് പറയുന്നു. അപ്പോൾ എന്തോ തക്കതായിട്ടുള്ള അമംഗളം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യമായി. അത് എത്രമാത്രം ഉണ്ടെന്നേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അരമനയിൽ എത്തിയതോടെ നേരെ കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് അവർ പോയത്. മഹാരാജാവും അവിടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു അവരുടെയും പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല എന്നുള്ള വിവരം ഭരതൻ അറിയണേത് തന്നെ. അപ്പം ഭരതനെ കണ്ടതോടു കൂടിയിട്ട് കൈകേയി സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി ഓടി വന്ന് കൂട്ടിക്കൊണ്ടുപോയി പിതൃഗൃഹത്തിലെ കുശലങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഉത്കണ്ഠ കൊണ്ട് നീറിപ്പുകഞ്ഞ ഹൃദയത്തോടു കൂടിയ ഭരതന് അതിലൊന്നും വലിയ ശ്രദ്ധയുണ്ടായില്ല എന്നാണ് പറയണേ. എങ്കിലും ചോദിച്ചതിന് എന്തോ ചില മറുപടിയൊക്കെ പറഞ്ഞു. മഹാരാജാവ് എവിടെ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചു ഭരതൻ എന്ന് പറയുന്നു. അപ്പോൾ അതിന് മറുപടി വളരെ സാവകാശത്തിലും നയത്തിലുമാണ് കൈകേയി പറഞ്ഞത് എന്നുള്ളതാണ്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പിന്നെ അച്ഛൻ എന്തു വേണം എന്നാണ് കൈകേയിയുടെ ആദ്യത്തെ മറുപടി തന്നെ. അപ്പം അത് കേട്ടപ്പോൾ ഭരതന് ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിനാൽ ചോദിച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു കുമാരന്മാർ എന്നാണ് രണ്ടുപേരും. അവസാനം എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവരിച്ച് പറഞ്ഞു കൊടുത്തു കൈകേയി. കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദഹിച്ച പോലെയായി രാജകുമാരന്മാർ എന്നാണ്. ഭരതനെ അമ്മയെ കൊല്ലത്തക്ക നിലയിൽ ക്രോധാഗ്നി അങ്ങനെ ആളി കത്തി എന്ന് പറയണു. ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ അവകാശമായ രാജാധികാരത്തെ പിടിച്ചുപറ്റിയെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാട് കയറ്റുകയും അത് ഹേതുവായിട്ട് അച്ഛൻ മരിക്കുകയും കൂടി ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയത്തിന് പൊറുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണു. അതിനാൽ കൈകേയിയെ തൻ്റെ മാതാവെന്ന കഥ പോലും മറന്ന് പലതും പറഞ്ഞു ഭരതൻ എന്നാ പറയണേ. ആയുധത്തിനു മേൽ കൈവയ്ക്കാൻ പോലും സാഹസികനാക്കി തീർത്തു ആ കുമാരൻ്റെ ഭ്രാതൃസ്നേഹം ആ സാധുവിനെ എന്നാണ്. അപ്പോൾ പുണ്യാതിരേകത്താൽ ഏതോ ഒരു ക്ഷമാശക്തി കൂടുതലൊന്നും ചെയ്യാൻ ഇടവരുത്താതെ അനുഗ്രഹിച്ചു എന്ന് പറയണു ആ രാജകുമാരനെ. അപ്പോൾ അതിനാൽ അദ്ദേഹം താമസിയാതെ തന്നെ താൻ മറന്നുകൊണ്ട് കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് ഓടി എന്നാ പറയണേ. കരയാൻ കണ്ണുനീരോ നിലവിളിക്കാൻ ശബ്ദമോ ഇല്ലാത്ത നിലയിൽ ആർത്തയായി ഇരിക്കുകയാണ് കൗസല്യ. എങ്കിലും ഭരതനെ കണ്ടപ്പോൾ കുറഞ്ഞൊരു സമാധാനം വീണ്ടു കിട്ടിയ പോലെ തോന്നി ആ പാവത്തിന്. നിലത്ത് വീണ് ഉരുണ്ട കൗസല്യയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് ആർത്തനായി പൊട്ടിക്കരയുന്ന ഭരതനെ ദേവി വാത്സല്യത്തോടെ തൊട്ട് തടവി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നു. അമ്മ ചെയ്ത പ്രവൃത്തികളൊന്നും തൻ്റെ അഭിപ്രായ പ്രകാരമോ താൻ അറിഞ്ഞുകൊണ്ടോ അല്ലെന്നുള്ളതാണ് ഭരതന് കൗസല്യയെ ബോധ്യപ്പെടുത്താനായിട്ടുള്ളത്. അത് ഭരതൻ പറയാതെ തന്നെ കൗസല്യയ്ക്ക് ബോധ്യമാണ് താനും. മാത്രമല്ല, ഭരതനിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലുമാണ് കൗസല്യയുടെ അഭിപ്രായം. അതും ഭരതൻ്റെ മുമ്പിൽ അവർ വ്യക്തമാക്കി എന്നാണ്. അപ്പോൾ ഭരതൻ വന്ന് വർത്തമാനമൊക്കെ അറിഞ്ഞതോടെ സുമന്ത്രനും വസിഷ്ഠ മഹർഷിയും വന്ന് മഹാരാജാവിൻ്റെ ശവസംസ്കാരാദി കൃത്യങ്ങളൊക്കെ ഭരതശക്തന്മാരെ കൊണ്ട് ഉചിതമാവണ്ണം കഴിപ്പിച്ചു. അങ്ങനെ ആവക ചടങ്ങുകളെല്ലാം കഴിഞ്ഞതോടെ പിറ്റേന്ന് രാജസഭ കൂടി മന്ത്രിമാരും പ്രഭുക്കന്മാരും സാമന്തക്കാരും മറ്റ് പ്രമാണികരായിട്ടുള്ള പൗരന്മാരും ഒക്കെ നിറഞ്ഞ ആ സഭയിൽ ഭരതൻ്റെ അഭിഷേക കാര്യമായിരുന്നു മുഖ്യമായിട്ടുള്ള ആലോചനാ വിഷയം തന്നെ. അപ്പോൾ ഭരതശത്രുഘ്നന്മാരും അവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു സഭാ നടപടികളിൽ. അപ്പോൾ ജനങ്ങൾ പല പ്രകാരത്തിലെ അഭിപ്രായങ്ങളെ കൈമാറി എന്നാണ് പറയണേ. പക്ഷെ ആർക്കും ഒന്നും തീർപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. കുഴഞ്ഞു മറഞ്ഞ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഈ അഭിഷേക കാര്യം എന്നുള്ളതാണ്. ഏതായാലും പലരുടെയും പല പ്രകാരത്തിലുള്ള ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കാൻ എല്ലാവരും കൂടി തീർച്ചപ്പെടുത്തി. അപ്പോഴും കുഴപ്പം അവസാനിച്ചില്ല എന്നാണ് പറയണേ. താൻ അത് സ്വീകരിക്കാൻ തയ്യാറില്ല എന്നായിരുന്നു ഭരതൻ്റെ
മറുപടി തന്നെ. അപ്പോൾ വസിഷ്ഠ മഹർഷി അടക്കം പലരും ന്യായവാദം ചെയ്തും ഗുണദോഷിച്ചും ഭരതനെ സമ്മതിപ്പിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല എന്നാ പറയണു. ഭരതൻ പട്ടാഭിഷേകത്തിന് തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനാൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭരതനടക്കം എല്ലാവരും കാട്ടിൽ പോയി ശ്രീരാമചന്ദ്രനെ കണ്ട് വിവരം ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് തീർച്ചപ്പെടുത്തി. അങ്ങനെ പ്രഭാതത്തിൽ എല്ലാവരും കൂടി കാട്ടിലേക്ക് പുറപ്പെടാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ രാജസഭ പിരിഞ്ഞു എന്ന് പറയണു. തുടർന്നുള്ള കഥാഭാഗങ്ങളും തത്വനിരൂപണവും ഒക്കെ നമുക്ക് അടുത്ത ദിവസം നടത്താം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകീ ജീവനസ്മരണം. ജയ് ജയ് രാമ രാമ. നമ. പാർവതീപദേ. ഹര ഹര മഹാദേവ.